വെൽക്കം ബാക്ക് ടു നില ഡയറീസ്. അപ്പോൾ ഇന്ന് ഞാനും ഇത്താത്തയും കൂടി കണ്ണൂരേക്ക് പോവാണ്. ഇന്ന് അവിടെ കേരള ഹോം ബേക്കേഴ്സിൻ്റെ സൗഹൃദ കൂട്ടായ്മയുണ്ട്. 3rd ആനിവേഴ്സറിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. രാവിലെ കൊയിലാണ്ടിയിൽ നിന്ന് ട്രെയിനിലാണ് കണ്ണൂരെത്തിയത്. ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും കണ്ണൂരെത്തിയിട്ടുണ്ട്. ഈ പരിപാടി നടക്കുന്നത് പ്രണവ് ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ ഇത്താത്ത ഒരു ഹോം ബേക്കറാണല്ലോ, അപ്പോൾ ഇത്താത്തക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. പിന്നെ ഈ ബീച്ച് സൈഡിലെ ഈ റിസോർട്ടിൽ ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. നല്ല അടിപൊളി സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സൗഹൃദ കൂട്ടായ്മയിലെ മെമ്പേഴ്സിന് വെൽക്കം കാർഡും ചോക്ലേറ്റും കാർഡും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇത്താത്ത വന്നപാടെ തന്നെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു. കാരണം അവർ വാട്സപ്പിൽ കൂടെ ഇതുവരെ കാണാത്തവരാണല്ലോ അവരൊക്കെ. അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. കേരളത്തിലെ മൊത്തം ഹോം ബേക്കേഴ്സിൻ്റെ കൂട്ടായ്മയാണല്ലോ. അതുകൊണ്ട് എറണാകുളത്തുനിന്നും മൂവാറ്റുപുഴയിൽ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തുനിന്നും അങ്ങനെ ഒരുവിധ എല്ലാ സ്ഥലത്തുനിന്നും എത്തിയവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയപാട് നമുക്ക് വെൽക്കം ഡ്രിങ്ക്സും കേക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് അവിടെ മെമ്പേഴ്സിന് കൊടുക്കാനുള്ള ട്രോഫിയും ഗിഫ്റ്റും ഒക്കെയാണ്. പിന്നെ ഗസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗസ്റ്റ് വരുന്നത് V4 വ്ളോഗിൽ നിന്നുള്ള നികിയും സജീഷുമാണ്. ഹോം ബേക്കേഴ്സ് സൗഹൃദ കൂട്ടായ്മ എന്ന ഗ്രൂപ്പിന്റെ 3rd ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പൊ ഇത്രയും മനോഹരമായ ഒരു ഗ്രൂപ്പ് നമ്മൾക്ക് ആക്കി തന്നതിൽ നമ്മളെ ഇതിന്റെ അഡ്മിനെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലൊരു ഗ്രൂപ്പിന്റെ അഡ്മിൻ പറയുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണിച്ച് നമ്മളെ അത്രയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത 2 വ്യക്തികളാണ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ അറിയണമെങ്കിൽ നിഗി ആൻഡ് ഓപ്പ എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയാന്. കാരണം നമ്മുടെ വീഡിയോസിൽ മൊത്തം അതാണ്. അപ്പോ പ്ലീസ് വെൽക്കം ഓൺ ദ സ്റ്റേജ് our beautiful work for you teams, നിഗി ആൻഡ് സജീഷ്. ഓക്കെ, നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി 2 വാക്ക് സംസാരിക്കേണ്ടതാണ്. കണ്ടതിൽ വളരെയധികം സന്തോഷം. ഒരിക്കലും ലീഗൽ സ്റ്റേജ് മാനേജർ മിസ്റ്റർ ഷിജു ജോർജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ ദി സ്റ്റേജ് മിസ്റ്റർ ഷിജു ജോർജ്. എല്ലാവരും 2-3 വർഷം മുന്നേ ഈ ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തതിലും ഒക്കെ ഇത്രയും മനോഹരമായി ഈ ഒരു 3 വർഷം ഈ ഗ്രൂപ്പ് കൊണ്ടുപോയി. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻ മിസ്സിയ നൗഫലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലെറ്റ്സ് പ്ലീസ് കം ഓൺ ദി സ്റ്റേജ് അവർ ലവബിൾ അഡ്മിൻ മിസ്സിയ നൗഫൽ. മെസ്സേജ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ മാത്രമല്ല കേട്ടോ അഡ്മിൻ ആയിട്ടുള്ളത്, നമ്മളെ തൻസിലയും കൂടി അഡ്മിനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് തൻസിലായിട്ട് ചോദിച്ചു നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, എന്നാൽ നമുക്ക് ഈ പേഴ്സണൽ വരുന്ന മെസ്സേജസ് ഒക്കെ കുറയല്ല, ഗ്രൂപ്പ് ആകുമ്പോൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് 3 വർഷത്തിന് മുന്നേ ഒരു ഡിസംബർ 3-നായിരുന്നു നമ്മളെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. ആ ഒരു ടൈം തന്നെ 100-200ഓളം മെമ്പേഴ്സ് നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. പിന്നെ നമ്മൾ വാട്സപ്പൊക്കെ അപ്ഡേഷനൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാം കൂടി കുറേ ആൾക്കാരെ ആഡ് ആക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമ്മൾ കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പം അങ്ങനെ നമ്മളിപ്പം ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് 600ഓളം മെമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, വാട്സപ്പ് കൂട്ടായ്മ കൂടിയാണെന്നല്ലേ പറഞ്ഞത്. അതുപോലെ അഡ്മിൻ അടിപൊളിയാണ്. പ്രാങ്കിലൂടെ പരിചയപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. വീഡിയോ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരു പ്രാങ്ക് കൊടുത്തത് എന്റെ കൂടെ സഹായിച്ചത് നിങ്ങളുടെ ഗ്രൂപ്പിലായിട്ട്. അപ്പൊ എന്തായാലും അത് ഗ്രൂപ്പിലായിട്ട് പറ്റി പറയണ്ടല്ലോ, അടിപൊളിയായിട്ടാണ്. കൂടാതെ നിങ്ങളെല്ലാവരും ഒരു 3 വർഷം ഈ ഒരു കൂട്ടായ്മ എന്താ പറയാ, ഈ ഒരു ബേക്കേഴ്സിന്റെ പേര്
ബ്രേക്കേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർ 3 വർഷമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് അത് ചെറിയ കാര്യമല്ല. കാരണം ഇത്രയും വർഷന്മാരൊക്കെ കൂടുതലും ഓർത്തിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ ചെയ്യാനൊക്കെ കഴിവുള്ളവരാണ് സ്ത്രീകളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. ഇനി മുന്നോട്ട് നിന്നോട്ടെ. 3ാമത്തെ വർഷം എന്നുള്ളത് ഇനി നമുക്ക് 10ാമത്തെ വർഷം കൂടി ആഘോഷിക്കണം കേട്ടോ. ഞാൻ വൈഫിന് കൊടുക്കാം, നീക്ക് കൊടുക്കാം. അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വലിയൊരു സന്തോഷം. കാരണം ഈ 3 വർഷം ഹോം ബേക്കേഴ്സ് ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. അതും ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളൊരു സ്കൂൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് തന്നെ ഒരാഴ്ച ആയപ്പോഴേക്ക് അതിൽ പലരും എക്സിറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇത്രയും ആൾക്കാർ ഇപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് കേട്ടാ. ഏറ്റവും കൂടുതൽ അതിന് ഞാനൊരു നല്ലൊരു കൈയടി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചതിലും ഒരുപാട് സന്തോഷം. എന്തിപ്പോ പറയാ, ഓപ്പേന്ന് വിളിച്ചാ മതി. ഓപ്പേ എന്താ പിന്നെ ഉണ്ടല്ലോ, ഈ ഓപ്പൺ വിളിക്കുമ്പോ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കാം എന്താ ഇങ്ങനെ വിളിക്കുന്നത്. എന്താണ് അതിന്റെ ഒരു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് നിങ്ങളെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ലവ് സ്റ്റോറിയൊക്കെ നമ്മൾ പണ്ടേ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രോഗ്രാമിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആദ്യം മുതൽക്കേ നമ്മള് കണ്ട സമയം മുതൽക്കേ അങ്ങനെ ഏട്ടാന്ന് വിളിക്കുന്നതിനൊരു പകരമായിട്ട് ഓപ്പ എന്നങ്ങനെ വിളിച്ചു തുടങ്ങിയതാണ്. പക്ഷെ സ്പെഷ്യലി ഞാൻ ഒരുപാട് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ആദ്യമായിട്ട് വ്ളോഗറുടെ കൂടെ ഇരിക്കുന്നത് ഫസ്റ്റ് ടൈം. ഞാൻ ഒരുപാട് യൂട്യൂബ് ഒന്നും കാണാത്ത വ്യക്തിയാണ്. അങ്ങനെ അത്രയൊന്നും അതിൽ ഫെമിലിയർ അല്ല. പക്ഷെ ഹോം ബേക്കേഴ്സ് ഭയങ്കര ഫെമിലിയർ അല്ല. കേരള സ്റ്റേറ്റ് കംപ്ലീറ്റും സ്പെഷ്യലി കണ്ണൂര്, കാസർഗോഡ് മാത്രമേ ഞാൻ ക്ലാസ് എടുക്കാത്തുള്ളൂ. ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും കംപ്ലീറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, ബേക്കറികൾ ഞാൻ ഏതാണ്ട് 29 വർഷമായി ഇതിൽ വർക്ക് ചെയ്യുന്ന മിസ്രിയോട് ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ്, ഒരാൾ സ്റ്റേറ്റ് സെക്രട്ടറി, ഒരാൾ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. ഡിസ്ട്രിക്ട് മീൻസ് കാസർഗോഡ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് സെക്രട്ടറി, അങ്ങനെ നിങ്ങൾ ഒരു ട്രഷറർ, അങ്ങനെ ഒരു അസോസിയേഷൻ പോലെ രൂപീകരിക്കുക. അതിന്റെ ഫൈനാൻസ് കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങളെ ഇനാഗുറേഷന് ശേഷം അവിടെ വന്ന ഗസ്റ്റിനും സ്പോൺസേഴ്സിനും പിന്നെ ഇതിൻ്റെ അഡ്മിനും പിന്നെ ഈ പ്രോഗ്രാം ഇത്രത്തോളം വിജയിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത ഇതിൻ്റെ മോഡറേറ്റർക്കൊക്കെ ഉപഹാരങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെടുത്ത എഫേർട്ടും അതിനെ കുറിച്ച് ഒരാൾ സംസാരിച്ചാലോ അല്ലെ? എന്താണ് എഫേർട്ട് നമ്മൾ അറിയണ്ടേ? ചെറിയൊരു എഫേർട്ട് അല്ല ഇവരെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഫാമിലി ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ എഫേർട്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഇത്രയും ആൾക്കാരെ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുള്ളത്. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ഹാപ്പിയാണ്. നമ്മൾ 3 വർഷമായി ഈ ഒരു പ്രസ്ഥാനം നമ്മൾ തുടങ്ങിയിട്ട്. പക്ഷെ ഇത്രത്തോളം ഇത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരിയാണ് എല്ലാവരും വന്നിട്ട് നമുക്ക് ഇത്രയും സന്തോഷം ആക്കി തന്നിട്ടുള്ളത്. അതിനുശേഷം ഇവർ 6 പേർക്കും കൂടി ഇരിട്ടി ഹോം ബേക്കേഴ്സിൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീറ്റപ്പിന് പ്ലാൻ ചെയ്ത മെയിനായിട്ടുള്ള ഒരാളുണ്ട്, ആരിഫ എന്ന് പറഞ്ഞ ഒരാൾ. അവർക്ക് ഭയങ്കര വിഷമായി പോയി. കഴിഞ്ഞ ദിവസം അവളുടെ ഉപ്പ മരണപ്പെട്ടു. അതുകൊണ്ട് ഈ ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ട് മുഴുവനായിട്ട് അവിടെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഇരിട്ടി ഗ്രൂപ്പിന്റെ വക എല്ലാ പ്ലാനിങ്ങും ചെയ്തത്. പക്ഷെ അതിനുശേഷം കേക്ക് കട്ടിംഗ് ആയിരുന്നു. കേക്ക് കട്ടിങ്ങിന് ശേഷം പിന്നെ ഹോം ബേക്കേഴ്സിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ട്രോഫിയും ഗിഫ്റ്റും കൊടുക്കലായിരുന്നു. ജസീല ബീവി കെ, രജീഷ്, നമ്മളെ ഹൃദയം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് നമ്മളെ പ്രേക്ഷകരെ ഇവർ തന്ന സമ്മാനങ്ങൾ നിങ്ങളെ നന്ദി നിങ്ങളെ വ്ളോഗിലൂടെ അറിയിക്കാം. എല്ലാവരും ക്ലാപ്പ് കൊടുക്കേ. വലിയ സന്തോഷം. പിന്നെ അതിന്റെ ഗിഫ്റ്റ് കൂടി ആയപ്പോൾ ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെയായി. പക്ഷെ ഗിഫ്റ്റിലേക്ക് ഉപരിയായിട്ട് ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കൂടാൻ കഴിഞ്ഞതും അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ സ്നേഹമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങളോട് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ സ്നേഹം അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്.
സഹായിക്കുന്നത്. ഇനിയും നല്ല നല്ല വീഡിയോസുകളൊക്കെ എടുക്കാൻ വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ സ്നേഹമാണ്. എന്താ പറയുക, ഇത് വന്ന് കണ്ടറിയാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഗിഫ്റ്റിൽ കേക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും വമ്പിച്ച പരാജയമാണ്. കാരണം കൊറോണ സമയത്താണെന്ന് തോന്നുന്നു അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഈ ഒരു രംഗത്തേക്ക് വന്നു. അപ്പൊ ആ സമയത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ രംഗത്തേക്ക് വന്ന ഒരാളാണ് ഇവളും. എന്നിട്ട് വലിയ കാര്യമായിട്ട് എന്നോട് ഒരു കേക്കിന്റെ ഒരു സംഭവങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് സത്യം പറഞ്ഞ കുറ്റം പറയുന്നതെന്ന് പറയാൻ പറ്റില്ല, വെള്ളയപ്പം കരിഞ്ഞാങ്ങനെയുണ്ടാവും ആ ഒരവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടി അന്ന് എന്തോ മറ്റേ കേക്ക് മിക്സ് ചെയ്യണ മറ്റൊരു ഇതൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ പെട്ടിപ്പോട്ട് മറ്റേ തട്ടമ്പുറത്ത് വെച്ചതാണ്. ഇനിയിപ്പോ നിങ്ങളായിട്ടത് പുറത്തെടുപ്പിക്കുമോന്ന് എനിക്കറിയില്ല. അടുത്തറിയാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് സംസാരിക്കുമ്പോഴും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം. എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിൽ, ഞങ്ങളെ ക്ഷണിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അങ്ങനെ ഹോം ബേക്കേഴ്സിനുള്ള ഗിഫ്റ്റും മൊമെൻറ്റും ഒക്കെ കൊടുത്തതിന് ശേഷം ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ നികിൻ്റെയും സജീഷിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പരിചയപ്പെട്ടു. അവരോടൊപ്പം ഫോട്ടോ എടുക്കുകയും വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്തു. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് നല്ല അടിപൊളി പരിപാടിയൊക്കെ ഉള്ളത്. പിന്നെ ഒപ്പന, അറബിക് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, അലീസ, മുട്ടമാല, ഐസ്ക്രീം, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ്. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൽ ശിങ്കാരി നമസ്കാരം. ഞാൻ മീന റാണി. എല്ലാവർക്കും അറിയാലോ, ഞാൻ സ്വന്തമായി ഒരു കഥ എഴുതിയായിരുന്നു. കുറേ നാളത്തെ ആഗ്രഹമാണ് കഥ എഴുതുക എന്നത്. കഥയും കവിതകളും ഒക്കെ എഴുതാറുണ്ടെങ്കിലും പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് കുട്ടികളുടെ മാഗസീനിലൊക്കെ എഴുതി വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു പുസ്തക രൂപത്തിൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒപ്പനയ്ക്കും ഡാൻസിനും പാട്ടിനൊക്കെ നിന്നവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ആദ്യം ഇത്താത്ത ഈ പരിപാടിക്ക് എന്നോട് വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി നോക്കാം എന്താ പരിപാടിയെന്ന്. അപ്പോൾ വന്നപ്പോഴാണ് മനസ്സിലായത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞാനിന്ന് വന്നില്ലായിരുന്നെങ്കിൽ മിസ് ചെയ്തേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാൻ എടുക്കുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.